ഒരു സൈനികൻ്റെ നിശ്ചയദാർഢ്യവും ഒരു ആതുര സേവകൻ്റെ കരുതലുമുള്ളൊരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സാധാരണക്കാരുടെ ഹോസ്പിറ്റൽ ആണെന്നുള്ള ഒരു ബ്രാൻഡിങ് വരാൻ കാരണം ഒരു പക്ഷേ ഐഡിയയുടെ SUT ഹോസ്പിറ്റൽ എന്നുള്ള ഐഡിയയുടെ ഉപജ്ഞേതാവായ ശ്രീ ഉത്രാടൻ തിരുനാൾ മഹാരാജാവ് ആയിരിക്കണം. ഡോക്ടർ ഭരത്ചന്ദ്രൻ വളരെ പ്രശസ്തനായൊരു കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹമാണ് ഈ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ കൂടുതൽ ടെക്നോളജി ഇൻഡക്റ്റ് ചെയ്യുകയും എന്നാൽ ഞങ്ങളുടെ പാരമ്പര്യ മൂല്യങ്ങളെ പ്രത്യേകിച്ചും ആശ്ലേഷിച്ചു കൊണ്ടുമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും സമീപിക്കാവുന്ന ഒരു ഹോസ്പിറ്റലാക്കി നിലനിർത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ വീക്ഷണം. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞങ്ങൾ ഒരു ടാരിഫ് ഇൻക്രീസ് ഇവിടെ വരുത്തിയിട്ടില്ല. ഒരു സൈനികൻ്റെ നിശ്ചയദാർഢ്യവും ഒരു ആതുര സേവകൻ്റെ കരുതലുമുള്ളൊരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ശ്രീ ഉത്രാടൻ തിരുനാൾ ഹോസ്പിറ്റലിൻ്റെ MDയും CEOയുമായ കേണൽ രാജീവ് മണാലിയാണ് ഇന്ന് റൈറ്റ് ആംഗിളിലെ നമ്മളുടെ അതിഥി. സ്വാഗതം. താങ്ക് യു. ദീർഘകാലത്തെ സൈനിക സേവനത്തിൽ നിന്ന് ഹെൽത്ത് കെയർ സെക്ടറിലേക്കുള്ളൊരു മാറ്റം അതെങ്ങനെയായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ചൊരു തയ്യാറെടുപ്പ് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ സൂപ്പർ അന്വേഷനോട് അടുക്കുമ്പോഴാണ് അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്നത്. ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിനൊരു MD ആൻഡ് CEO വേണമെന്നും പറഞ്ഞു. ഇപ്പോൾ പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഒരു സിമ്പിൾ സോൾജറാണെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ആർമഡ് കോറിലാണ് എൻ്റെ ട്രെയിനിങ്ങും ഇതെല്ലാം. ബേസിക്കലി ഒരു ടാങ്ക് മാനാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തുകൊണ്ട് അപ്ലൈ ചെയ്തുകൂടാന്ന് തോന്നി. എൻ്റെ വൈഫും പിള്ളേരും എഗെയിൻസ്റ്റ് ആയിരുന്നു. കാരണം തിരിച്ച് കേരളത്തിലേക്ക് വരാനുള്ള പ്ലാൻ അവർക്കുണ്ടായിരുന്നില്ല. അതും ചെമ്മനാഗിരി, വൈക്കത്ത് ചെമ്മനാഗിരി പോലൊരു തികച്ചും ബാക്ക്വേർഡായിട്ടുള്ളൊരു ഏരിയയിലേക്ക് വരുന്ന കാര്യം അവർക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ എനിക്ക് റൂറൽ ഏരിയാസിനോട് പ്രത്യേക ഒരു താല്പര്യം എന്തുകൊണ്ടോ ഉണ്ട്. കേരളത്തിനോട് ഒരു താല്പര്യം അവസാന കാലം ഇവിടെ ആയിരിക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ആതുര സേവനം എന്തുകൊണ്ടോ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയയും കൂടെ ആയിരുന്നു. അങ്ങനെ വീട്ടിലെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അഡ്വർടൈസ്മെൻറ്റിന് മറുപടി കൊടുത്തു. അപ്ലൈ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൻ്റെ ബോർഡ് അന്ന് തന്നെ ഇൻഡക്റ്റ് ചെയ്യാനുണ്ടായത്. ഞാനൊരു ഇൻ്റർവ്യൂവിന് പോലും പോകേണ്ടി വന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത് ഞാൻ വിചാരിക്കുന്നതൊരു നിയോഗമാണെന്നാണ്. പ്രത്യേകിച്ചൊരു തയ്യാറെടുപ്പ് എൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടി ഉണ്ടായിട്ടില്ല. ഞാനതിന് അപ്ലൈ ചെയ്തെന്ന് ഒഴിച്ചാൽ, അതും വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട്. ഇപ്പോൾ SUTയിൽ എത്ര വർഷമായി? SUTയിൽ വന്നിട്ട് ഇപ്പോൾ ഞാൻ 8 വർഷം തികയുന്നു. ജൂൺ ആവും. SUT എന്ന് പറയുന്ന ഒരു സാധാരണക്കാരുടെ ആശുപത്രി എന്നാണല്ലോ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ അറിയപ്പെടാൻ കാരണം? SUT ഒരു പക്ഷേ കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലായിരിക്കാം. 1987 SUT നിലവിൽ വരുന്നത്. സാധാരണക്കാരുടെ ഹോസ്പിറ്റൽ ആണെന്നുള്ള ഒരു ബ്രാൻഡിങ് വരാൻ കാരണം ഒരു പക്ഷേ ഈ ഐഡിയയുടെ SUT ഹോസ്പിറ്റൽ എന്നുള്ള ഐഡിയയുടെ ഉപജ്ഞേതാവായ ശ്രീ ഉത്രാടൻ തിരുനാൾ മഹാരാജാവ് ആയിരിക്കണം. അദ്ദേഹത്തിന് ഗവേണൻസിനെ കുറിച്ച് പല കാര്യങ്ങളിലും വളരെ കൃത്യമായ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആവണം അദ്ദേഹം സ്വന്തം കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം ലീസ് ആയിട്ട് കൊടുത്തിട്ട്, അത് നിങ്ങളിപ്പോൾ പറഞ്ഞാൽ അതിശയിക്കും, വർഷത്തിൽ 1000 രൂപയാണ് ലീസ് എമൗണ്ട്. 150 വർഷത്തേക്കാണ് ലീസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഡോക്ടർ ഭരത്ചന്ദ്രൻ വളരെ പ്രശസ്തനായൊരു കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹമാണ് ഈ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. ഈ മിക്കവാറും കാര്യങ്ങളെക്കുറിച്ച് ശ്രീ ഉത്രാടൻ തിരുനാളിൻ്റെ ഒരു മാർഗനിർദ്ദേശം കൂടെ ഉണ്ടായിരുന്നു എന്ന് വേണം
ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിനൊരു ക്യാരക്ടർ വേണം. ആ ക്യാരക്ടർ അതിൻ്റെ ഉപജ്ഞാതാവിൻ്റെ ഒരു നയം, അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണമൊക്കെ അനുസരിച്ച് വന്നു. അത് പ്രാവർത്തികമാക്കി ഡോക്ടർ പരചന്ദ്രനും അന്നത്തെ മാനേജ്മെൻറ്റും. ഉത്രാടം തിരുനാൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു സങ്കല്പം ഒരു പാരമ്പര്യ ആശുപത്രി എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അത് ഇപ്പോഴും പാരമ്പര്യവും പുതുമയും ഒന്നു ചേരുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് തന്നെ നിലനിർത്തുകയാണോ, അതോ അതിൽ ആധുനികമായ എല്ലാ മാറ്റങ്ങളോടും കൂടിയ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി, എല്ലാ അർത്ഥത്തിലുമുള്ളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാത്രമാണോ? പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ട് അത്യന്താധുനിക ചികിത്സാ രീതികൾ ഏറ്റെടുത്തുകൊണ്ടുള്ളൊരു സമീപനമാണ് ശ്രീ ഉത്രാടം തിരുനാൾ ഹോസ്പിറ്റൽ എല്ലാ കാലത്തും അനുവർത്തിച്ചു പോന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഞാൻ വന്നു ചേർന്ന് 8 വർഷത്തിനുള്ളിൽ ഞങ്ങൾ കൂടുതൽ ടെക്നോളജി ഇൻഡക്റ്റ് ചെയ്യുകയും എന്നാൽ ഞങ്ങളുടെ പാരമ്പര്യ മൂല്യങ്ങളെ പ്രത്യേകിച്ചും ആശ്ലേഷിച്ചുകൊണ്ടുമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകത, സാധാരണക്കാർക്ക് അങ്ങോട്ട് കടക്കാൻ പോലും കഴിയില്ല. SUTയുടെ അവസ്ഥ എന്താണ്? അങ്ങനെയല്ല. ഈ സാധാരണക്കാരന് വേണ്ടിയുള്ളൊരു ഹോസ്പിറ്റലാണ് SUT എന്നാണ്. അഫോർഡബിൾ ആണോ അവിടുത്തെ ചികിത്സ? വളരെ അഫോർഡബിളാണ്. അഫോർഡബിളാണെന്ന് ഞാൻ പറയാൻ കാര്യം, ഇതെല്ലാം അഫോർഡബിലിറ്റി എല്ലാം കമ്പാരിറ്റീവ് ആണല്ലോ. ഗവൺമെൻറ് സ്ഥാപനങ്ങളെ, ഗവൺമെൻറ് ആശുപത്രികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ തീർച്ചയായിരിക്കും കൂടുതലായിരിക്കും. കാരണം ഗവൺമെൻറ് ഫണ്ടിംഗ് ഒന്നും ഞങ്ങൾക്കില്ലല്ലോ. അപ്പോൾ സസ്റ്റൈനബിലിറ്റി ഒരു ഇഷ്യൂ ആണ്. ആ സസ്റ്റൈനബിലിറ്റിയുടെ റിക്വയർമെൻറ്റ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കഴിയുന്നത്ര പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും സമീപിക്കാവുന്ന ഒരു ഹോസ്പിറ്റലാക്കി നിലനിർത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ വീക്ഷണം തന്നെ. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞങ്ങൾ ഒരു ടാരിഫ് ഇൻക്രീസ് ഇവിടെ വരുത്തിയിട്ടില്ല. താരിഫ് ഇൻക്രീസ് ചെയ്തിട്ടില്ല? 8 വർഷമായിട്ട് താരിഫിൽ മാറ്റമില്ല? ഇല്ല. ശരി. എല്ലാത്തരം മൾട്ടി സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്റും അവിടെ അവൈലബിൾ ആണ്? ഉണ്ട്. എല്ലാ ഇതും എക്സെപ്റ്റ് ഫോർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി സർജിക്കൽ ഇത് ലിവർ ട്രാൻസ്പ്ലാന്റേഷനാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്. CABG ഹാർട്ട് സംബന്ധമായ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. അവിടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ എത്ര രൂപയുടെ കോസ്റ്റ് വരും? ഇവിടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഒരു 5.5 to 6 lakhs വരും. അത്രേ വരുള്ളൂ? അത് പിന്നെ ഡിപ്പെൻഡ്സ്, ഈ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ, പിന്നെ ഡോണറിന് വല്ല പ്രശ്നങ്ങളും ഉണ്ടാകണമെങ്കിൽ കൂടി വരും. ഇതൊരു ഒരു പാക്കേജ് എന്നുള്ള റേറ്റിൽ ഒരു സാധാരണഗതിയിൽ വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു കേസിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ. 5-6 ലക്ഷം രൂപയേ ആകത്തുള്ളൂ. ഹാർട്ട് ട്രീറ്റ്മെൻറ്റുകൾക്കോ? ഹാർട്ട് ട്രീറ്റ്മെൻറ്റിന് ഇപ്പോൾ ഒരു CABG, അതായത് ബൈപ്പാസ് സർജറി, അതിന് ഒരു ഈ പറഞ്ഞ പോലെ വേറെ കോംപ്ലിക്കേഷൻസ് ഇല്ലെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചികിത്സയുടെ ദൈർഘ്യം കൂടും, ICU വാസം കൂടും, ചിലപ്പോൾ വെൻറ്റിലേറ്ററിലുള്ള കഴിയേണ്ട അവസ്ഥ വരാം. അങ്ങനെയാണെങ്കിൽ അത് കൂടും. പക്ഷേ അതർവൈസ് പൊതുവേ ഒരു 2.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനുള്ളിൽ, മാക്സിമം വന്നാൽ ഒരു 3.5 ലക്ഷത്തിനുള്ളിൽ CABGയുടെ നിൽക്കും. ഇതുകൂടാതെ SUT സാധാരണക്കാർക്ക് വേണ്ടി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവർക്ക് ഇൻസ്റ്റാൾമെൻറ്റിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന പദ്ധതികളൊക്കെ ഉണ്ട്. അതേക്കുറിച്ചൊന്ന് പറയാമോ? ഇത് ഞങ്ങൾ ആസൂത്രണം ചെയ്തു ബജാജ് ഫിൻടെക്കുമായിട്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇതിന് വലിയ ഒരു സ്വീകാര്യത വന്നിട്ടില്ല. ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ, ഞങ്ങളൊരു ഫെസിലിറ്റേറ്ററായി നിന്നുകൊണ്ട് ബിറ്റ്വീൻ ദ പേഷ്യൻറ്റ് ആൻഡ് ഈ വ്യവസായ സ്ഥാപനം ബജാജ് ഫിൻടെക് ആണ് ഞങ്ങളുമായിട്ട് സഹകരിച്ച് വന്നിരുന്നത്. അപ്പോൾ ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള നിലയിൽ ഹെൽത്ത് കെയർ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ സാധാരണക്കാരനെ സഹായിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ അതിന് വലിയ സ്വീകാര്യത ലഭിച്ചില്ല എന്നുള്ളത്. അത് എന്ത് കാരണങ്ങൾ എനിക്കറിയില്ല, പക്ഷെ അത് വന്നില്ല. ഒരു പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റും അതൊക്കെ കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ എക്സ്പെരിമെൻറ്റേഷനിൽ വിശ്വസിക്കാത്ത കൂട്ടരായതുകൊണ്ടും ആയിരിക്കാം. ഈ താങ്കൾ ചാർജ് എടുത്തതിന് ശേഷം ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് റോക്കൊക്കെ പോലുള്ള വൻകിട കമ്പനികൾ കേരളത്തിലെ ആശുപത്രികളിൽ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. SUT ആ തരത്തിലുള്ള എന്തെങ്കിലും ടൈപ്പിനോ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനോ ശ്രമിക്കുന്നുണ്ടോ? ഞങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം.
പലരും ഞങ്ങളെ സമീപിച്ചിരുന്നു. ഒന്ന്, പ്രൈവറ്റ് ഇക്വിറ്റി ഹെൽത്ത് കെയർ ഫീൽഡിൽ വരുന്നതിനോട് മനസ്സുകൊണ്ട് വളരെയധികം എതിർപ്പുള്ളൊരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്താണ് പ്രൈവറ്റ് എന്നുള്ളത് നമുക്കതൊരു വിശകലനം ചെയ്യാം. പ്രൈവറ്റ് ഇക്വിറ്റി പ്രോഫിറ്റിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന കൂട്ടരാണ്. അവരൊരു ഫീൽഡിൽ പ്രവേശിക്കുന്നു, ഒരു എക്സിറ്റ് പീരീഡും ക്ലോസും ഉണ്ടാവും. ആ സമയത്തിനുള്ളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഹെൽത്ത് കെയറിൽ അങ്ങനെ സാധിക്കില്ല, അങ്ങനെ വരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടരാണ് ഞങ്ങൾ. ഇവിടെ പ്രോഫിറ്റ് ഈസ് നോട്ട് എ മോട്ടീവ്, പ്രോഫിറ്റ് ഈസ് ഫോർ സസ്റ്റൈനബിലിറ്റി. അപ്പോൾ പ്രോഫിറ്റിനൊരു മോട്ടീവാക്കി ആയിട്ട് കാണാത്തത് കൊണ്ട് തന്നെ പ്രൈവറ്റ് ഇക്വിറ്റിയായിട്ട് ഒരു ബന്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പ്രൈവറ്റ് ഇക്വിറ്റി ഓൺ ദ അതർ ഹാൻഡ്, പ്രൈവറ്റ് ഇക്വിറ്റി ഹെൽത്ത് കെയർ ഫീൽഡിൽ പാടില്ല എന്നും കൂടെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ശരി, താങ്കൾ പറഞ്ഞത് 8 വർഷമായിട്ട് താരിഫ് വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന്. എങ്ങനെ മാനേജ് ചെയ്യുന്നു? അത് വളരെ അർത്ഥവത്തായൊരു ചോദ്യമാണ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ SCT വന്ന് ചേരുമ്പോൾ ആദ്യം ഞാൻ മനസ്സിലാക്കിയതും കണ്ടതും വളരെയധികം ലീക്കേജസ് ഉണ്ട് പല പല മേഖലകളിലായിട്ട്. അത് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ചിലവ് ചുരുക്കാം. ആ ചിലവ് ചുരുക്കലിനോടുകൂടി സംഗതികൾ നടത്തിക്കൊണ്ടുപോകാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുതന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഓരോ വർഷവും ഞങ്ങൾ കൂടുതൽ കൂടുതൽ ലീനർ ആകാനുള്ള ശ്രമത്തിലാണ്. ഈ 8 വർഷവും ഞാനിപ്പോൾ കണക്കുകൾ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വർഷവും പോയ വർഷത്തെക്കാളും കൂടുതൽ ചിലവ് ചുരുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പേഷ്യൻസിൻ്റെ നമ്പർ കൂടുമ്പോൾ ചിലവും കൂടും. അല്ലാതെ ഒരു ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഓരോ മേഖലയിലും ഞങ്ങളുടെ ചിലവ് ചുരുക്കൽ വളരെ കൃത്യമായിട്ട് കാണാം. ഇപ്പോൾ ഞാൻ എൻ്റെ ബോർഡിൻ്റെ മുമ്പിൽ ഇത് കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ ഞാൻ എല്ലാ വർഷവും എല്ലാ ക്വാർട്ടറിലും പോയ വർഷങ്ങളെ കൂടെ കണക്കിലെടുത്തിട്ടാണ് കണക്കുകൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് കാണുന്ന ആർക്കും മനസ്സിലാവും ചിലവ് ചുരുക്കലിലൂടെ മാത്രം നിലനിൽക്കുന്നൊരു ഹോസ്പിറ്റലാണ് SCT ഹോസ്പിറ്റൽ എന്നുള്ളത്. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശമ്പള വർധനവിന് വേണ്ടി നേഴ്സുമാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള താങ്കളുടെ ഒരു സമീപനം എന്താണ്? അത് ഇങ്ങനെ ഈ തരത്തിൽ ചിലവ് ചുരുക്കാൻ ശ്രമിക്കുന്ന ഒരു ആശുപത്രിയെ സംബന്ധിച്ച് നേഴ്സുമാർ ആവശ്യപ്പെടുന്ന ശമ്പളം കൊടുത്ത് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമല്ലേ? ഇത് ഹെൽത്ത് കെയറിനെ മാത്രം ആസ്പദമാക്കിയോ നഴ്സിങ്ങിനെ മാത്രം ആസ്പദമാക്കിയോ തീരുമാനിക്കേണ്ട ഒരു സംഗതിയല്ല. ഇപ്പോൾ 92 ഷെഡ്യൂൾസിൽപ്പെട്ട ജീവനക്കാർ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് മാധ്യമപ്രവർത്തകർ, നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരുമുണ്ട്. എല്ലാ ഏരിയയിലും പെട്ട കംപ്ലീറ്റ് സ്പെക്ട്രം കവർ ചെയ്യുന്ന മാധ്യമങ്ങൾ. എല്ലാവർക്കും മിനിമം വേജസ് കിട്ടുന്നുണ്ടോ? ഇല്ല. മാധ്യമ ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് മിനിമം വേജസ് ഉണ്ടോ? എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ ഹെൽത്ത് കെയറിൽ മാത്രം, അതും പ്രൈവറ്റ് ഹെൽത്ത് കെയറിൽ മാത്രം ഒരു മിനിമം വേജസ് വേണമെന്നുള്ളൊരു നിർബന്ധം? നഴ്സുമാർക്കും ആശുപത്രി ജീവനക്കാർക്കും മാന്യമായ ശമ്പളം വേണം, അതിൽ യാതൊരു തർക്കവുമില്ല. അത് മിക്ക മാനേജ്മെൻറ്റ്സും അത് കൊടുക്കുന്നുണ്ട്, ഞങ്ങളുടെ മാനേജ്മെൻറ്റ് കൃത്യമായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ പുതിയ ഞാൻ ഈ സമരത്തെ 2011 ആദ്യത്തെ സമരം വരുമ്പോൾ തുടങ്ങിയത് നോക്കിക്കാണുകയും മനസ്സിലാക്കുകയും അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുന്ന ഒരാളാണ്. ലേക്ക് ഷോറിലാണ് ആദ്യത്തെ സമരം വരുന്നത്. 2011 12 കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ വരുന്ന അമൃതയിലാണ്. അപ്പോൾ അന്ന് അമൃതയുമായിട്ടൊക്കെ മാനേജ്മെൻറ്റുമൊക്കെ ആയിട്ട് ഞാൻ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു ഈ സ്ട്രൈക്ക് ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ നഴ്സിംഗ് സ്ട്രൈക്ക് തുടങ്ങിയെന്ന് വെച്ചാൽ അതിനും ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, കാരണം അതൊരു അനാവശ്യമായിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് പോകുമെന്നുള്ളതുകൊണ്ട്. ഇതിലൊന്നും നേഴ്സുമാരുടെ ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളായിരുന്നു നടന്നിട്ടുള്ളത് ഈ കാലം അത്രയും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ തോന്നൽ ശരിയാണെങ്കിൽ
ഇത് ഒരു ഈ ഞാൻ കാരണസഹിതം പറയാം, 40,000 രൂപ മിനിമം സാലറിയാണ്. എന്തുകൊണ്ട് 60 ആയിക്കൂടാ? അല്ലെങ്കിൽ എന്തുകൊണ്ട് 80,000 ആയിക്കൂടാ? എന്തുകൊണ്ട് 1,00,000 ആയിക്കൂടാ? ഈ 40,000 ഒന്ന് ഫിക്സ് ചെയ്യാൻ കാര്യം എന്താണ്? അത് ഏത് കാൽക്കുലേഷൻ്റെ പുറത്താണ് അത് ചെയ്തിട്ടുള്ളത്? എന്ത് സയൻറ്റിഫിക് സ്റ്റഡിയാണ് അതിലേക്ക് എത്തിയിട്ടുള്ളത്? ഈ മിനിമം വേജസ് സ്കീം കേരളത്തിൽ മിനിമം വേജസ് സ്കീം കേരളത്തിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെക്കാളും എപ്പോഴും കൂടുതലാണ്. കണക്കുകൾ പരിശോധിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു സയൻറ്റിഫിക് മിനിമം വേജ് സ്കെയിലിന് നിൽക്കാതെ എനിക്ക് 40,000 വേണം അല്ലെങ്കിൽ 60,000 വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല. ഞങ്ങളിത് ചെയ്യുമെന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ പുറത്തുള്ളൊരു ഗ്രൂപ്പിൻ്റെ CEO വന്ന് അവിടെ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഒരു അനൗൺസ്മെൻ്റൊക്കെ നടത്തിയെന്ന് ഞങ്ങൾ വായിക്കാനിടയായി. ദൗർഭാഗ്യകരമാണ്. അത് വേറെ എന്തൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഞാൻ വിവാദങ്ങൾക്കൊന്നുമില്ല, പക്ഷേ അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഇത് ഈ 40,000, 50,000, 60,000 എന്നൊക്കെ പറയാതെ ഗവൺമെൻറ് ഈ ഇലക്ഷനോട് അടുത്ത് നിൽക്കുന്ന സമയത്തായിട്ട് പോലും ഒരു കരട് വിജ്ഞാപനം പ്രഖ്യാപിച്ചു ഈ സ്ട്രൈക്ക് അനൗൺസ് ചെയ്തപ്പോൾ. ഇനി സ്ട്രൈക്ക് അനൗൺസ് ചെയ്തത് എങ്ങനെയാണ്? 4-ാം തീയതി ഒരു ടോക്കൺ സ്ട്രൈക്ക് എന്ന് പറഞ്ഞു, 5-ാം തീയതി വേറെ എന്തോ പറഞ്ഞു, 3 ദിവസത്തിനുള്ളിൽ സ്ട്രൈക്കുമായി. ഇതെവിടുത്തെ കേരളം പോലെ ഒരു സ്ട്രൈക്കിനോട് താല്പര്യമുള്ള ഒരു സംസ്ഥാനത്തിന് പോലും ഇത് അനുവദിക്കാവുന്നതല്ല. അതായത് ഈ നേഴ്സുമാർ അമിത ശമ്പള വർധനവ് ആവശ്യപ്പെടുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? ഇതിന് ഈ മിതമാണോ അമിതമാണോ എന്ന് ആരാണ് തീരുമാനിക്കേണ്ടത്? അത് തീരുമാനിക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിനാണ് മിനിമം വേജ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് എല്ലാ ആസ്പെക്ട്സും സ്റ്റഡി ചെയ്തിട്ട് ഒരു മിനിമം വേജ് സ്കീം പ്രഖ്യാപിക്കാറുണ്ട്. ഇത്തവണ പിന്നെ ഈ മിനിമം വേജസും ശമ്പള പരിഷ്കരണമൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൽ 10 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ പ്രാബല്യത്തിൽ വരുന്ന എല്ലാ 5 കൊല്ലവും നഴ്സുമാർ കൂടുതൽ ആവശ്യപ്പെടും, പ്രഷർ ടാക്ടിക്സ് ഉപയോഗിക്കും, ബാക്കിയുള്ളവർ അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇത് ശരിയാണോ എന്ന് തന്നെ ആദ്യം പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാ 5 വർഷവുമാണോ ഈ ശമ്പള പരിഷ്കരണത്തിനൊരു യാർഡ് സ്റ്റിക്ക്? അത് ശരിയാണോ എന്ന് നോക്കിയിട്ട് ഇതെല്ലാം സയൻറ്റിഫിക് സ്റ്റഡിയുടെ ബേസിസിലായിരിക്കണം. ഗവൺമെൻറ്റാണ് എവിടെയായാലും, സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും, ഏറ്റവും അനുയോജ്യമായ ഏജൻസി ഇതിനെക്കുറിച്ച് പഠിക്കാൻ, ഇതിനെക്കുറിച്ച് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ. അപ്പോൾ അതിന് നിൽക്കാതെ ഇപ്പോൾ എനിക്ക് 10 ലക്ഷം രൂപ ശമ്പളം വേണം എന്ന് ഞാൻ പറയുകയാണ്. എനിക്കതിന് കാര്യകാരണങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ അതാണോ എൻ്റെ ശരി? പക്ഷേ ഇതിനൊരു യൂണിഫോം നിലവാരം ഒരിടത്തുമില്ല. എറണാകുളത്ത് തന്നെ 10,000 രൂപയിൽ താഴെ മാസശമ്പളം മേടിക്കുന്ന നേഴ്സുമാർ മുതൽ പറയുന്ന 40,000 വരെ വാങ്ങുന്ന നേഴ്സുമാരുണ്ട്. അപ്പം ഇതിനൊരു ഏകീകൃത സ്വഭാവമോ രൂപമോ ഉണ്ടാവേണ്ടതല്ലേ? ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഒരു പ്രാക്ടിക്കൽ ലെവലിൽ സ്റ്റഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ 10,000 രൂപ ശമ്പളം കൊടുക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ മിക്കവാറും മിഷനറി ഹോസ്പിറ്റൽസിനെ ഉദ്ദേശിച്ചായിരിക്കും താങ്കളിത് പറയുന്നത്. അതെ. ഈ മിഷനറി ഹോസ്പിറ്റൽ എന്താണെന്ന് നമുക്കൊന്ന്, ഈ കേരളത്തിൻ്റെ ഹെൽത്ത് കെയർ മോഡലിൽ വളരെ വ്യക്തമായൊരു കോൺട്രിബ്യൂഷൻ വഹിച്ചിട്ടുള്ള കൂട്ടരാണ് ഈ മിഷനറി ഹോസ്പിറ്റൽസ്. ഈ മിഷനറി ഹോസ്പിറ്റലുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും എൻ്റെ ഉറച്ച വിശ്വാസം അവരാണ് ഇവിടുത്തെ കേരള ഹെൽത്ത് കെയർ മോഡലിൻ്റെ ഉപജ്ഞേതാക്കളെന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയാണത് അവർ ചെയ്യുക? പിന്നെ ഈ സിംഗിൾ ഡോക്ടേഴ്സ്, ഓരോ മുക്കിനും മൂലയ്ക്കും ഓരോ ഡോക്ടേഴ്സ് ഉണ്ടാവും. അവർ ചെറിയ തോതിൽ വളരെ ചുരുങ്ങിയ ഫീസിന് ചികിത്സ നിർണ്ണയിക്കും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മുടെ ഈ കേരള ഹെൽത്ത് കെയർ മോഡൽ വന്നിട്ടുള്ളത്. ഗവൺമെൻറ് തലത്തിൽ അത് വേറെയുമുണ്ട്. ഈ മിഷനറി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അടുത്തൊരു സ്ഥലം നോക്കുകയാണെങ്കിൽ വടയാർ, അത് ഞാൻ കണ്ടിട്ടുള്ളൊരു മിഷനറി ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് പേരെടുക്കുകയാണ്. ആ ചുറ്റുപാടിന് ഇടവകയോട് ചുറ്റും കിടക്കുന്ന ആൾക്കാരെയും കൂടെ അവരുടെ ജീവിതനിലവാരം ഉയർത്താനും കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ മിഷനറി ഹോസ്പിറ്റൽസ് വന്നിട്ടുള്ളത്. അവിടെയുള്ള നേഴ്സുമാരെ മിക്കവാറും ആ ഹോസ്പിറ്റലും അല്ലെങ്കിൽ ആ ഇടവകയും പഠിപ്പിച്ചിട്ടുള്ളതാണ്. അവരവരുടെ സ്കൂളുകളിലോ കോളേജുകളിലോ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ ചിലവ് ആ
വിദ്യാഭ്യാസത്തിൻ്റെ ചിലവ് വഹിച്ചിട്ടുള്ളത് ഈ ഹോസ്പിറ്റലുകളാണ്. അവിടെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്താ ശമ്പളം കുറച്ച് കൊടുത്താൽ അത് വലിയ സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ എന്നെ പഠിപ്പിച്ച് വലുതാക്കിയ എൻ്റെ അച്ഛനും അമ്മയും അവർക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ഒരു കടമയല്ലേ. ആ വിധത്തിലാണ് ഈ മിഷനറി ഹോസ്പിറ്റൽസിൻ്റെ ഈ ചെറിയ ശമ്പളം എന്ന് പറയുന്നതിനെ കാണേണ്ടത്. പിന്നെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് വളരെ കുറവാണ്. അതും ആ ഇടവകയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജനങ്ങളെ ചുറ്റിപ്പറ്റി ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു ഹോസ്പിറ്റൽ അവരുടെ കഴിവിനനുസരിച്ച് കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ? അങ്ങനെ ഒരു സേവന മാതൃകയായിട്ട് നിൽക്കുന്ന എത്ര ആശുപത്രികളുണ്ട്? സേവനം ചെയ്യാൻ തയ്യാറായി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന എത്ര നേഴ്സുമാരുണ്ട്? അല്ല, നേഴ്സുമാരിലേക്ക് കടക്കുന്നതിന് മുമ്പ് നേഴ്സുമാരുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ടോട്ടൽ മിഷനറി ഹോസ്പിറ്റൽസ് എത്രയുണ്ടെന്ന് എനിക്ക് ആ കണക്കറിയില്ല. എത്ര പൂട്ടിപ്പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ 3 നേഴ്സ് സ്ട്രൈക്കിൻ്റെ ഭാഗമായിട്ട് അമിതമായ ശമ്പളത്തിൻ്റെ ബാധ്യത കൊണ്ട് പൂട്ടിപ്പോയിട്ടുള്ള വളരെയധികം ഹോസ്പിറ്റൽസ് ഉണ്ട്. അതിൽ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ഒന്നും പൂട്ടിപ്പോയിട്ടില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അധികം പൂട്ടിപ്പോയിട്ടില്ല. പൂട്ടിപ്പോയിട്ടുള്ളത് മിക്കവാറും മിഷനറി ഹോസ്പിറ്റൽസാണ്. കാരണം അവരുടെ ആ ഒരു സിസ്റ്റം തന്നെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ഹോസ്പിറ്റൽ എന്നുള്ളതാണ് അവരുടെ തീം തന്നെ. അവിടെ ഉണ്ടാകാം, അവർ തന്നെ പഠിപ്പിച്ചെടുത്ത നേഴ്സുമാരുണ്ടാകാം. ഇതൊക്കെ കൂടിയൊരു അവിടുത്തെ ഇടവകയിലെ ആൾക്കാർക്ക് വേണ്ടി, ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ചെറിയ ചെറിയ ഹോസ്പിറ്റൽസാണ്. 10 ബെഡ്, 20 ബെഡ്, 50 ബെഡ് വരെ. അപ്പോൾ അവർക്ക് കിട്ടാവുന്ന ഒരു വരുമാനത്തിനൊരു ലിമിറ്റുണ്ട്, ചിലവാക്കാവുന്നതിനൊരു ലിമിറ്റുണ്ട്. ആ ചിലവിനും വരുമാനത്തിനും ഇടയ്ക്ക് ആണ് മെക്കാനിക്സ് ആൻഡ് റണ്ണിങ് മെക്കാനിക്സ്. അത് അപ്സെറ്റ് ആവുകയാണെങ്കിൽ അത് പൂട്ടിപ്പോകും. ഇപ്പോൾ ഈ ആശുപത്രികളെല്ലാം തന്നെ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ട ഒരു കാലത്തിരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ സേവനം എന്ന് പറയുന്നൊരു വാക്കിന് തന്നെ പ്രസക്തി ഉണ്ടോ ഈ ഹെൽത്ത് കെയർ സെക്ടർ നോക്കുമ്പോൾ? അല്ല, അത് സേവനം എന്നുള്ളൊരു ആസ്പെക്റ്റ് ഇതിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഞാനൊരു പ്യൂർലി ഇൻവെസ്റ്റർ ആണെങ്കിൽ ഞാൻ ഹെൽത്ത് കെയറിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ എത്രയോ കൂടുതൽ കിട്ടാവുന്ന എത്രയോ ബിസിനസ്സുകളുണ്ട്. ഹെൽത്ത് കെയറിലേക്ക് എന്തിനു പോകുന്നു? അപ്പോൾ ഹെൽത്ത് കെയർ ഒരു സേവനം ആണെന്ന് അറിഞ്ഞുകൊണ്ട് കിട്ടാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് കിട്ടാവുന്ന റിട്ടേൺസ് വേണ്ടാന്ന് വെച്ചിട്ടും കൂടിയാണ് പലരും ഇതിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഞാൻ പ്രൈവറ്റ് ഇക്വിറ്റിയുടെ കാര്യമല്ല പറയുന്നത്. ഞാൻ സാധാരണ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ഈ എവിടെയാണ് ഇപ്പോൾ 40,000 കൊടുക്കാമെന്ന് അനൗൺസ് ചെയ്തൊരു വ്യക്തിയുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പേരെടുത്ത് പറയണമെന്നുണ്ട് എനിക്ക്, എന്നാലും പറയുന്നില്ല. അത് എൻ്റെ മര്യാദ. ആ ചെയ്യുന്ന ആൾക്കാർ വളരെ വ്യക്തമായ താല്പര്യങ്ങളോടുകൂടി ചെയ്യുന്നതാണ്. എന്നിട്ടിത് കൊടുക്കുകയോ ഇല്ല എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. കൊടുക്കുമായിരിക്കാം, കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരിക്കും. അതിനെക്കുറിച്ച് പിന്നെ ആരും അന്വേഷിച്ച് നടക്കാറില്ല. അപ്പോൾ അത് എവിടെ നിന്ന് വരും ഈ 40,000 രൂപ കൊടുക്കാൻ? സാധാരണക്കാരെ നമ്മളെപ്പോലുള്ളവർ തന്നെ കൊടുക്കണ്ടേ? അവിടെ നിന്നല്ലേ വരുമാനം ഉണ്ടാവുകയുള്ളൂ. വരുമാനം ഇല്ലാതെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ 40,000 വേണ്ട, 1,00,000 എന്ന് പറയാം നമുക്ക്. എവിടെ നിന്ന് വരും ഈ പൈസ? നമ്മളൊക്കെ തന്നെ കൊടുത്താലല്ലേ ഹോസ്പിറ്റലിന് പൈസ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇത് സാധാരണക്കാരൻ്റെ മേലാണ് നമ്മൾ ഈ കുതിര കയറുന്നത്. അത് ഓർക്കുകയാണെങ്കിൽ ശമ്പള വർധനവ് വേണ്ടെന്നാരും പറയുന്നില്ല. ഒരു മിതമായ രീതിയിൽ അത് ഇറ്റ് മസ്റ്റ് ബി ഫെയർ ടു ഓൾ. സാധാരണക്കാരനും അതിൻ്റെ ഒരു ഫെയർനെസ്സിൻ്റെ ഗുണം അനുഭവിക്കാൻ സാധിക്കണം. നമ്മൾ ഈ ആതുര സേവന മേഖല എന്ന് പറയുമ്പോഴും സാധാരണക്കാരൻ, താങ്കൾ പറഞ്ഞതുപോലെ സാധാരണക്കാരൻ ഇതിനെ കാണുന്നത് ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായിട്ടും ഇതൊരു ബിസിനസ്സായിട്ടുമാണ് സാധാരണക്കാരൻ ഇതിനെ കാണുന്നത്. ലാഭമുണ്ടാക്കാനുള്ള ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതാണ് ഒരു പൊതുവെയുള്ള സമൂഹത്തിലുള്ള ചിന്ത. ആ ഒരു വിശ്വാസ്യത ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് തിരിച്ചെടുക്കാൻ ഈ മേഖലയിലുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? അതൊരു വളരെ നല്ല ചോദ്യമാണ്. ആ വിശ്വാസ്യത നഷ്ടപ്പെടാൻ പല പല കാരണങ്ങളുണ്ട്. അതിൽ എന്നെപ്പോലെയുള്ളവരും അതിന് കാരണഭൂതന്മാരായിരിക്കാം. പക്ഷെ അതിൽ
ഈ വിശ്വാസ്യത നഷ്ടപ്പെടാനുള്ള കാരണം എന്ന് ഞാൻ പറയുമ്പോൾ ഒരു 50 കൊല്ലത്തിന് മുമ്പത്തെ സിറ്റുവേഷൻ അല്ല ഇപ്പം. ഞാൻ കണ്ടു വളർന്നിട്ടുള്ള മിഷണറി ഹോസ്പിറ്റൽസിൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. ഞാൻ ഇതിലൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ മിഷണറി ഹോസ്പിറ്റൽസിന് അന്നേ നിരീക്ഷിച്ചിട്ടുള്ള കൂട്ടത്തിലാണ്. അവിടെ എല്ലാം വളരെ സിമ്പിൾ ബേസിക് ട്രീറ്റ്മെൻറ്റ്, സർജറി പോലും ഇല്ല, അങ്ങനെ കഴിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ സർജറീസൊക്കെ കൂടിയത് തന്നെ ഒരു 10-40 കൊല്ലം കൊണ്ടാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇപ്പോൾ ലൈഫ് സ്പാനുമായിട്ട് നോക്കാം. നമുക്ക് ലൈഫ് സ്പാൻ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് എന്തായിരുന്നു പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും, ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഇന്ന് 70കളിൽ എത്തി നിൽക്കുകയാണ്, 40-ൽ നിന്നോ മറ്റേ കേട്ട്. അപ്പോൾ ഈ കൂടുന്നത് എവിടെയാണ്? പണ്ട് ഡയഗ്നോസിസ് ഉണ്ടായിരുന്നില്ല, ഡയഗ്നോസ്റ്റിക് സിസ്റ്റംസ് ഉണ്ടായിരുന്നില്ല, ചെറിയ ചെറിയ ലാബറട്ടറികളിലൊക്കെ ആയിരുന്നത്. ഇന്ന് അത് മാറി റേഡിയോളജി, വളരെ ജീനോം സ്റ്റഡീസൊക്കെ വന്നിട്ടുണ്ട്. അതനുസരിച്ച് രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്, ശസ്ത്രക്രിയ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ വന്നിട്ടുണ്ട്, റോബോട്ടിക് സർജറി വരെ എത്തി നിൽക്കുകയാണ് നമ്മൾ. ഇനിയിപ്പോൾ AI വരുമ്പോൾ എന്തൊക്കെ കൂടെ വരുമെന്നുള്ള പ്രവചിക്കാനാവില്ല. അപ്പോൾ ഇത് ഓരോന്നിനും ആ എക്യുപ്മെൻറ്റ്സിന് വളരെയധികം കോസ്റ്റ് ഉണ്ട്. ആ എക്യുപ്മെൻറ്റ്സ് വളരെ കോസ്റ്റ് ഇൻറ്റൻസീവായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസും വരുമ്പോൾ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കൂടും. അത് സാധാരണ ആരാണ് ഉപഭോക്താവെന്ന് വെച്ചാൽ അത് വഹിക്കേണ്ടി വരും എന്നുള്ളത് ഇറ്റ്സ് എ കോമൺ നോളജ്. അപ്പോൾ നമ്മൾ ഒരു നിരന്തരമായിട്ട് കൂടിയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ കൂടാനുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്നെപ്പോലുള്ളവരും കുറ്റവാളികളാണെന്ന് പറയാൻ കാര്യം, ഇത് പൊതുജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടന്നിട്ടില്ല. അതാ ഇപ്പോൾ ഞാനീ സംസാരിക്കുന്ന ആ ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഒരു ഭാഗമായിരിക്കാം. കാരണം ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനൊരു വേദി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്നും കൂടെ ഞാനിവിടെ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.